ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസ്. ഇത് ഞാനൊരു നാടൻ വിഭവമാണ് പാചകം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ തനതായ കോഴിത്തോരൻ, ചിക്കൻ തോരൻ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ചിക്കൻ തോരൻ ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിരിക്കുകയാണ്. ഇപ്പം ഗ്യാസ് ഓൺ ചെയ്തു. ചട്ടി ഒന്ന് ചൂടാവട്ടെ. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പ്, 2 ഏലക്ക, പിന്നെ തക്കോലം, ഇത്രയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി. ഇനി നമുക്കിതെല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇപ്പോൾ ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് തല്ലി വച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും തല്ലി തന്നെ എടുക്കണം. നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല, തല്ലിയെടുത്തതാണേ. അതിട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ആ പച്ച ചുവ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 20 മുതൽ 25 വരെ കുഞ്ഞുള്ളി ഇങ്ങനെ തല്ലിയെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുവാണ്. മൺചട്ടി, ഇരുമ്പ് ചട്ടിയൊക്കെ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം വളരെ ലോയിൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതൊന്ന് സോട്ടാവട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇങ്ങനെ കുഞ്ഞായിട്ട് സ്ലൈസ് ചെയ്തത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. സവാളയും ഉള്ളിയും ഒക്കെ നല്ലോണം ഒന്ന് വഴണ്ട് വരട്ടെ. കുറച്ച് സമയമെടുക്കും. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയൊക്കെ നല്ലോണം സോട്ടായി. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എരിവിൻ്റെ ഒരു ടോളറൻസ് അനുസരിച്ച് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പെപ്പർ പൗഡർ 1 ടീസ്പൂൺ. ഗരം മസാല 1 ടീസ്പൂൺ. ഇത്രയും ആഡ് ചെയ്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഫ്ലെയിം വളരെ ലോയിൽ മതി, കാരണം മസാല ബേണായി പോവും. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, ഇത് 1/2 കിലോ ചിക്കൻ എടുത്തിട്ട് അതിലെ ബോണെല്ലാം കൂടെ മാറ്റി കഴിഞ്ഞപ്പോൾ 350 ഗ്രാം ചിക്കനാണുള്ളത്. അത് ഇത്രയാണ് നമുക്ക് തോരനിലോട്ട് എടുക്കേണ്ടത്. ഇങ്ങനെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യണം. ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഫ്രൈ ആവട്ടെ. അത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. 5 മിനിറ്റായി. ചിക്കനൊന്ന് സോട്ടായിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കാം. വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി മാത്രം. വെള്ളം തിളച്ച് തുടങ്ങി. വെള്ളം തിളച്ചതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിൽ
15 മിനിറ്റ് അടച്ച് വേവിക്കണം. വളരെ ലോ ഫ്ലെയിം എന്ന് പറയാൻ കാരണം ഈ മൺചട്ടിയിലൊക്കെ പെട്ടെന്ന് വെള്ളം അങ്ങ് വറ്റിപ്പോവും. അപ്പോൾ അത് കാരണം വളരെ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. അപ്പോൾ ഇത് തിളച്ചു, ഇനി ഫ്ലെയിം വളരെ ലോ ആക്കുവാണ്. എന്നിട്ട് നമുക്ക് 15 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ചിക്കൻ വേകുമ്പോഴത്തേക്കും അതിൽ ചേർക്കേണ്ട തേങ്ങ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഇതിലേക്കിടാം. ഒരു പ്ലേറ്റിൽ അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് കുഞ്ഞായിട്ട് നുറുക്കിയത്, ഇത്രയും എടുത്തിട്ട് നല്ലോണം കൈ വച്ചിട്ടിങ്ങനെ വിരവി എടുക്കാം. അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിൽ വെച്ച് തല്ലിയെടുക്കാം. തല്ലിയെടുക്കണം എന്നില്ല, ഇങ്ങനെ ആ തേങ്ങയുടെ ആ ഒരു സ്റ്റേജ് ഇങ്ങനെ കിടക്കുന്നതായിരിക്കും ആ തോരന് ടേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇങ്ങനെ മാറ്റി വയ്ക്കാം. ഇതാണ് നമുക്ക് ലാസ്റ്റിൽ ചേർക്കേണ്ടത്. 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ചിക്കൻ തയ്യാറായോ എന്ന് നോക്കാം. പാകത്തിന് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് പാകത്തിന് ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പൊക്കെ പാകത്തിനാണ്. അപ്പം നല്ല സ്വാദിഷ്ടമായ ചിക്കൻ തോരൻ റെഡിയായി. ഇനി ഇതൊരു 5 മിനിറ്റ്, തേങ്ങയൊക്കെ ആഡ് ചെയ്തതല്ലേ, നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അഞ്ച് മിനിറ്റ് ആയി. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ തോരൻ റെഡിയായി. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് പകർത്താം. ചിക്കൻ തോരൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. മൺചട്ടിയിൽ പ്രിപ്പയർ ചെയ്ത നല്ല ടേസ്റ്റി ആയിരിക്കും. നോർമൽ കടായിലും പ്രിപ്പയർ ചെയ്യാം. തേങ്ങ അരച്ച് ചേർക്കാതിരിക്കുക. ഇതുപോലെ കൈകൊണ്ട് വിരയി അല്ലെങ്കിൽ ഓളായിട്ട് തിരുമിയതിന് ശേഷം അങ്ങനെ ഇട്ട് കൊടുത്താലും പ്രോബ്ലം ഇല്ല. കാരണം നമ്മൾ അരച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ അത് വരാതിരിക്കാൻ, നല്ല ടേസ്റ്റി ആയിട്ടിരിക്കാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കണം. വീണ്ടും പുതിയ വീഡിയോ ആയി വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.